പ്രൈസ് ഗോഡ്. പ്രിയരെ, നമ്മുടെ അത്യുന്നതനായ ദൈവം കുടുംബത്തെ ഒരുക്കുന്നു. ദൈവമക്കളോടൊത്ത് ദൈവം വസിക്കാൻ വരുന്നു. അതാണ് സുവിശേഷം. ദൈവമക്കളായി, ദൈവത്തിൻ്റെ അവകാശികളായി, ക്രിസ്തുവിന് കൂട്ടവകാശികളായി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷം. ഏകനായി പ്രവർത്തിക്കുന്ന സ്വർഗസ്ഥ പിതാവ് തൻ്റെ ആത്മാവിലൂടെ ക്രിസ്തുവിൽ വെളിപ്പെടുന്നു. ഇതാണ് ത്രിയേക പ്രവർത്തനം. അങ്ങനെ ദൈവം തൻ്റെ പ്രവൃത്തി ക്രിസ്തുവിൽ തൻ്റെ ആത്മാവിനാൽ ഭൂമിയിൽ ചെയ്തെടുക്കുന്നു. ഇതാണ് ത്രിയേക പ്രവർത്തനം. ദൈവം ത്രിയേകമായി ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്നു. ത്രിയേക പ്രവർത്തനം നമ്മിൽ നടപ്പിലാകണമെങ്കിൽ നാം ക്രിസ്തുവിനുള്ളിലാകണം, പുതിയ സൃഷ്ടിയാകണം, ദൈവപുത്രന്മാരായി വെളിപ്പെടണം. രണ്ടാമത് 1 യോഹന്നാൻ 3:9 പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നമ്മിൽ സംജാതമാകും. ദൈവത്തിന് ക്രിസ്തുവിൽ ജനിച്ച മക്കൾക്ക് ഇത് സാധിക്കുന്നതാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കണം. തുടർന്ന് ക്രിസ്തുവിനെ അനുഗമിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടും. അതിനായി സ്വർഗസ്ഥ പിതാവ് നമ്മെ സഹായിക്കട്ടെ, തുണയ്ക്കട്ടെ. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം ത്രിയേക ദൈവമല്ല, ഏകനായി പ്രവർത്തിക്കുന്ന അത്യുന്നതനായ ദൈവമാണ്. ത്രിയേക പ്രവർത്തനം ക്രിസ്തുവിൽ നമുക്ക് കാണാം. അതാണ് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ത്രിയേക ദൈവമെന്ന് ബൈബിളിൽ ഒരിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഏക സത്യ ദൈവം അത്യുന്നതനായ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, യേശുവിൻ്റെയും നമ്മുടെയും ദൈവമാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പിശാചും പിതാവായ ദൈവവും ശിഷ്യനും ഒരേപോലെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. പിതാവായ ദൈവം കാരണഭൂതനാണ്, യേശുക്രിസ്തു മുഖാന്തിരമാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുകയുള്ളൂ. സത്യം തിരിച്ചറിവാൻ ദൈവം നമ്മെ ഓരോ മക്കളെയും സഹായിക്കട്ടെ. May God bless you. Glory to God.